ഹലോ ഗൈസ്, വെൽക്കം ടു മൂപ്പൻസ് വ്ളോഗ്സ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയട്ടെ, ഇത് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിക്കകത്ത് നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒളിച്ചോട്ടത്തിൻ്റെ 3 ചാനലുകളും, അതായത് അമ്മ, അച്ഛൻ, ആദ്യത്തെ മകൾ, അതായത് ആദ്യം മുൻപ് ഇതുപോലെ ഒരു ഒളിച്ചോട്ടം നടത്തി നന്നായിട്ട് ജീവിക്കുന്നൊരു കുട്ടി പൊന്നു, രണ്ടാമത് ഇപ്പോൾ ഉള്ള കുഞ്ഞനെന്ന് പറയുന്ന ആ കുട്ടി. ഇവരുടെ 3 പേരുടെ ചാനലിലും വീഡിയോ വന്നിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അച്ഛനമ്മ വിഷമത്തിൽ, അതുപോലെ തന്നെ സംഭവിച്ചതെല്ലാം മറ്റൊരു കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ കുട്ടി, അതോടൊപ്പം തന്നെ ചേച്ചി, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് കാണുക, താല്പര്യമില്ലാത്തവർ ഏറ്റവും വേണ്ടപ്പെട്ട എന്തെങ്കിലും റിലവൻ്റ് കണ്ടന്റ് എന്ന് തോന്നുന്ന ചെയ്യാത്തത് എന്തെന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. ഓക്കെ, ആദ്യം അച്ഛനമ്മമാർ പറയുന്നതൊന്ന് കേൾക്കാം. ആക്ച്വലി ഇത് അവരുടെ മകളെക്കുറിച്ച് വളരെയധികം വേദനയോടുകൂടി ആ അമ്മ സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ തൈരിൻ്റെ കണക്കൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ അവർ വളരെ വിഷമത്തിലാണ്. അവർക്ക് ഇപ്പം മകൾ പോയതിൻ്റെ വിഷമവും സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അച്ഛനമ്മമാർ വിഷമം പങ്കുവയ്ക്കുന്നത്. ഇത് ആദ്യത്തെ കാര്യത്തിനകത്ത് നടന്ന സമയത്ത് ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. കാരണം അന്ന് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അവരുടെ ഈ മകൾക്ക് എന്തോ ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സോ ആ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് നടന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മോളെ വളരെയധികം സ്നേഹിച്ച് കൊണ്ട് നടന്നതിനെക്കുറിച്ചൊക്കെയാണ് അവർ പരിതപിക്കുന്നത്. കാരണം ഒരു പാരൻസിൻ്റെ വേദനയെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അവർ അത് വിഷമമായിട്ട് പറയുന്നത് ഏതാണ്ട് 1 hour നീളമുള്ള ദൈർഘ്യമുള്ള വീഡിയോ. കാരണം സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ ഇനി എന്ത് ഇട്ടാലും എത്ര മണിക്കൂർ ഇട്ടിരുന്നാലും അത് മൊത്തം പൈസയാണ്. സീരിയസ്ലി അത് നമ്മൾ അംഗീകരിക്കണം. അവർക്ക് കാശില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ കാശ് അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അല്ല, എടുത്തുചാട്ടം കാണിച്ചതൊക്കെ എത്രത്തോളം പോകുന്നത് കാണാമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ലെന്നേ. ഒരു കുട്ടിയുടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെ ഒരു പുള്ളിക്കാരനെ കണ്ടെത്തുന്നു, എല്ലാം നിശ്ചയമൊക്കെ കഴിയുന്നു. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ആ കുട്ടി പറയും. അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് കല്യാണത്തിലേക്ക് നിങ്ങൾ എത്തിക്കത്തില്ല എന്നൊരു തോന്നലൊന്നും കൊണ്ടായിരിക്കുമല്ലോ ആ കുട്ടി ഇറങ്ങിപ്പോയത്. അതിന് ശേഷം ഇത് ഏതുവരെ പോകുന്നതൊക്കെ കാണാം. അത് പണ്ടും പൊന്നു എന്ന് പറയുന്ന ആ കുട്ടി, മൂത്ത കുട്ടി ഇറങ്ങിപ്പോയപ്പോഴും ഈ ശാപവാക്കുകളിലൊന്നും ഒരു കുറവുമില്ലായിരുന്നു. എങ്ങനെ കഴിയുന്നു? സ്വന്തം കുട്ടികളല്ലേ, അവരെന്തായിരുന്നാലും ഒരാളോടെ ജീവിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ തന്നെ അത് കണ്ടെത്തി കൊടുത്തു. അവസാനം നടക്കത്തില്ല എന്നുള്ള സാഹചര്യം സാമ്പത്തികത്തിലായാലും നിങ്ങൾ ഇപ്പോഴും പറയുന്നു. അപ്പോൾ ആ കുട്ടി വേറൊരു ജീവിതത്തിലേക്ക് കടന്നുപോയി. അതിനുശേഷം അതിനെ ശപിക്കുക, അല്ലെങ്കിൽ ആ ജീവിതം നിന്നെ വളർന്നുകൊണ്ട് എത്രയൊക്കെ ഈ എടുത്തുചാട്ടം കാണിക്കുന്നത് എങ്ങനെ കാണും, എങ്ങനെയൊക്കെ പോകുന്നു കാണാമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല.
എനിവേ പോട്ടെ, സാരമില്ല. ഏതാണ്ട് 1 മണിക്കൂറും ദൈർഘ്യമുള്ള അവരുടെ വീഡിയോ നിങ്ങൾ താല്പര്യമുള്ളവർ അവരുടെ ചാനലിൽ പോയി കാണുക. കമൻറ്റ് ബോക്സ് ടേൺഡ് ഓഫാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കക്ഷി, അതായത് ഇവരുടെ ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുള്ള കുഞ്ഞ്. അത് മോളെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ എല്ലാ കാര്യവും നിങ്ങൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചതുകൊണ്ടാണ്. മോളെൻ്റെ ഒരു കുഞ്ഞനീത്തിയുടെ പ്രായം പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്നേഹത്തോടെ തന്നെ പറയുന്നതാണ്. മോക്ക് ഇപ്പം വിവാഹം കഴിച്ച് നിങ്ങളുടെ സീരിയസ് ആയിട്ട് ഞാൻ പറയാം, എന്താ പറയുക, മംഗളാശംസകൾ, എല്ലാവിധ മംഗളാശംസകൾ. എല്ലാ തരത്തിലും നിങ്ങൾ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. എത്ര എനിക്ക് പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത്, അല്ലാതെ ആരെങ്കിലും കെട്ടിവെക്കുന്ന ഒക്കെ ഒന്നുമല്ല. എന്തായാലും നടക്കട്ടെ. പക്ഷേ എന്തുകൊണ്ട് ആൾക്കാർ അഭിപ്രായം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തുറന്ന് കാണിച്ചുകൊണ്ട്, ഇപ്പം കുടുംബത്തിൻ്റെ അകത്ത് അച്ഛൻ അമ്മ അവർ അടങ്ങുന്ന, നിങ്ങളടങ്ങുന്ന കുടുംബത്തിൻ്റെ അകത്ത്, മോളടങ്ങുന്ന കുടുംബത്തിൻ്റെ അകത്ത് അന്ന് ഓരോ കാര്യങ്ങളും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അത് കാണിച്ചത് കൊണ്ടാണ് ആ ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യുകയും അവർ കമൻ്ററി പറയുകയും ചെയ്യുന്നത്. അത് നിങ്ങൾ ഇന്നും കാണിക്കുന്നത് കൊണ്ട് ഇപ്പോഴും മോള് പറയുന്നല്ലോ എന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ പറയുന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയക്കകത്താണ്. നിങ്ങളുടെ ഈ ഒളിച്ചോട്ടം പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നതാരാ? നമ്മളാരുമല്ല. നിങ്ങൾ ചെയ്തതും അറിഞ്ഞ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയക്കകത്തൂടെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ ആദ്യമേ ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നിട്ടു. അവർ അതിനകത്ത് കയറി അഭിപ്രായം പറയുന്നു. അത് ശരിയാണെന്നല്ല, പക്ഷേ നിങ്ങളാണ് അതിൻ്റെ കാരണക്കാർ. അത് മോള് മനസ്സിലാക്കണം. അപ്പോൾ ഇവർ പറയുന്നതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തോ ഒരു കാര്യം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് നല്ല രീതിയിൽ കല്യാണം ആലോചിച്ച് നല്ല രീതിയിൽ കല്യാണം മുന്നോട്ട് പോകുന്നുള്ള രീതിയിൽ ഒരു നാടകമാണോ ഇല്ലെന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി ഇതൊക്കെ ഫ്യൂച്ചറിൽ നമുക്കറിയാൻ പറ്റും. നമുക്കാർക്കും ഈ ടൈം ട്രാവൽ ചെയ്യാനുള്ള കഴിവില്ലല്ലോ. അതുകൊണ്ട് ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നത് അറിയത്തില്ല. സോ എന്തായിരുന്നാലും ഇപ്പോൾ ഇവർ പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ വീട്ടുകാർ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നാലും ആ വീട്ടുകാർ എന്ത് ചെയ്തു എന്നുള്ള കാര്യം അവർ തുറന്ന് പറയുന്നില്ല. അത് പറയാത്രത്തോളം കാലം നമുക്കും അറിയത്തില്ല. പക്ഷേ ഇപ്പം പയ്യനും വന്ന് ചാനലിൻ്റെ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് വിശേഷങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ റെഡിയായിട്ടാണ് ചാനലിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ എന്തായിരുന്നാലും അവർക്കൊരു ഉപജീവന മാർഗ്ഗം യൂട്യൂബിലൂടെ കിട്ടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ബാക്കിയായി എന്തെങ്കിലും സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരത് പറയുമെന്ന് പറയുന്നു. അപ്പോൾ എന്തൊരു കാരണമുണ്ട് എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരും ഇവരുടെ ഈ പയ്യൻ്റെ വീട്ടുകാരും അടക്കം എല്ലാവരും, ഫാമിലി മെമ്പേഴ്സ് അടക്കം എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കല്യാണമായിരുന്നു. അപ്പോൾ ഇത്രയുമൊക്കെ നടന്നിട്ട് ഇതിനകത്ത് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് ജനങ്ങൾ ചിന്തിച്ചാൽ, ഇവരുടെ കുടുംബകാര്യങ്ങൾ ഇവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 3 ചാനലിൽ കൂടെ അവർ എക്സ്പ്ലനേഷനായിട്ട് 3 ചാനലുകാരും വന്നു. അതായത് മൂത്ത മോള്, അച്ഛനമ്മ, ഇളയ മോള്, ഭർത്താവ്, ഇവരെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഫാമിലിയുടെ ചാനലുകളും മൊത്തം ആൾക്കാർ ഉറ്റു നോക്കുകയാണ് ഇനി എന്താണ് മല്ലയ്യ നടക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ ഇവരുടെ ഈ ഒരു കല്യാണം നടത്തുന്നതിനകത്ത് നിന്ന് പിന്നോട്ടടിക്കുന്ന സേവ് ദ ഡേറ്റ് അടക്കം തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയായിരിക്കുന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ചോദ്യം വരും. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പം ദിയ, നമ്മുടെ OC എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാം. ആ OCയുടെ ഈ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഇഷ്യൂ ഉണ്ടായതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെന്തോ വാങ്ങിയൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് മോശപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്കിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് അവർ പറഞ്ഞൊരു പോളിസി കറക്റ്റായിട്ട് പ്രായോഗികമാക്കാത്തതിൻ്റെ പേരിൽ പിന്നെ അവർക്കെതിരെ ഒരു കാര്യങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിൽ അവരുടെ വോയിസ് മറ്റൊന്നും മറിച്ച് ചാറ്റൊക്കെ എന്തൊക്കെ മറ്റുള്ള ചാനലുകാർക്കെല്ലാം കൊണ്ടുകൊടുത്ത് അവർക്കെതിരെ ഒരു ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ ഈ ഒരു മെയിനായിട്ടുള്ള ഉപ്പുമ്പളും ലൈറ്റ് അവർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം
കുറേ കാലത്തിന് മുമ്പ് ഇവരുടെ മറ്റൊരു കോൺട്രവേഴ്സിയാണ് മൂത്ത മകളുടെ ഇറങ്ങിപ്പോക്കും, അതിനുശേഷമുള്ള കരച്ചിലും, അതിനുശേഷമുള്ള അവരെ ശപിക്കലും. ഇപ്പോൾ രണ്ടാമത്തെ മകളും കല്യാണം നിശ്ചയിച്ചതിന് ആ പയ്യനോടൊപ്പം ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഇപ്പം പ്രശ്നങ്ങൾ പറയുന്നു, അവളെ നോക്കിയതിനെ കുറിച്ച് പറയുന്നു, ഞങ്ങൾ നന്നായിട്ട് നോക്കിയതാണെന്ന് അച്ഛനമ്മമാർ പറയുന്നു. പക്വതയില്ല, ഈ എടുത്തുചാട്ടം കാണിക്കുന്നതൊക്കെ ഏതുവരെ പോകുന്നു അച്ഛൻ ശപിക്കുന്നു. അതിനുശേഷം മകളും എന്ന് പറയുന്നു, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടോടുകൂടി ഞങ്ങളുടെ ചേട്ടൻ്റെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടിയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരും പറയുന്നത് ഞങ്ങൾ അടുത്ത് നല്ല വിശേഷങ്ങളുമായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ചാനൽ ആക്റ്റീവ് ആക്കും എന്നുള്ള കാര്യം അവരും പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. അതിനൊന്നും ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം യൂട്യൂബ് എന്നുള്ളൊരു കമ്മ്യൂണിറ്റി, യൂട്യൂബ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ തരും. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റിയും കാണും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യും. എനിവേ ഈ കുട്ടിക്ക് എന്തോ പറയാനുണ്ട്, ആ കുട്ടി പറയത്തില്ല എന്നാണ് ഇറങ്ങിപ്പോയ കുട്ടി പറയുന്നു. പക്ഷേ ഇതിൽ വിരുദ്ധമായിട്ട് ഇനി അടുത്ത് ആദ്യത്തെ ഇറങ്ങിപ്പോയ കുട്ടി ആ കുട്ടി ഓക്കെ, ആ കുട്ടിയുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ഇപ്പോഴും പറയും, സ്റ്റിൽ ഇവരൊന്നും ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ വിഷയത്തിന് ശേഷമൊന്നും പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ശരിക്കും പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവരെ ജീവിക്കാനും നമ്മൾ അനുവദിക്കണം. ഒരു കാരണവശാലും അവരുടെ പുറകെ നമ്മൾ കൂടാൻ പാടില്ല. പക്ഷേ ഇപ്പം അവർ തന്നെയാണ് ചാനലിൻ്റെ അകത്തുനിന്ന് അവർക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ ഒരുപാട് ഒരു ഫോൺ വിളിക്കുന്നു, ഒത്തിരി പേര് അവരുടെ വർക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും അത് പ്രോപ്പറായിട്ട് അതേപോലെ തന്നെ നടക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ അതിനുശേഷം അവരുടെ എന്തോ ഒരു വസ്തു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതാണ് സ്ഥലങ്ങൾ, ഇത് ഞങ്ങൾ എടുത്തു പറഞ്ഞ സ്ഥലം. അവരുടെ ഏതൊക്കെയോ സ്ഥലം വിറ്റുമെന്നും അവരറിയാത്ത കാര്യങ്ങളൊക്കെ ആരൊക്കെ പ്രചരിപ്പിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടി ഗതികേടുകൊണ്ട് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ അന്നും ഈ കുട്ടി ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് ഈ കുട്ടി സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത്. കാരണം ആ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാതെ വേറൊരാളെ കാണിച്ചു കൊടുത്ത് അയാളുടെ കൂടെ ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കേണ്ടത്? സാമൂഹിക സദാചാര ബോധം സ്വാഭാവികമായിട്ട് അതിനെതിരെ നിൽക്കും. പക്ഷെ ഇന്ന് അവർ ജീവിക്കുന്നു, വളരെ നന്നായിട്ട് ജീവിക്കുന്നു. അവർക്ക് കുഞ്ഞുണ്ട്, വളരെ നന്നായിട്ട് ജീവിക്കുന്നു. അവരുടെ ജോലിയും അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ ചെയ്യുന്നു, നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അതങ്ങനെ തന്നെ വേണം. അതുപോലെ തന്നെ രണ്ടാമത് ഇറങ്ങിപ്പോയ കുട്ടിയും ഇപ്പോഴുണ്ടാവുന്ന ഈ ഒരു അലയൊലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കണ്ടൻ്റാക്കി കൊടുക്കാൻ നിൽക്കാതെ ആ ഒരു പയ്യനിത് കാണുമെങ്കിൽ, ആ പയ്യൻ്റെ വീട്ടുകാരോ ആരെങ്കിലും കാണുമെങ്കിൽ, സോഷ്യൽ മീഡിയ കണ്ടൻ്റ് ആകുന്ന ജീവിതങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ സമൂഹം കാണുന്നത് എപ്പോഴും ഒരു ജോക്കറിനെ പോലെ ആയിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജുകളോ മറ്റുള്ള കാര്യങ്ങളോ ഇപ്പം ഒരു എന്താ പറയുക, എന്തെങ്കിലും തരത്തിൽ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പോസിറ്റിവിറ്റി കൊടുക്കുന്നതാണെങ്കിൽ, അല്ലാതെ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ ഇന്ന് ചാളക്കറി മീനും വെച്ചു, അതുപോലെ തന്നെ എൻ്റെ ബെഡ്റൂമിൻ്റെ അകത്ത് ഞാൻ ഇന്ന് ഷീറ്റ് വിരിച്ചു, അതോടൊപ്പം തന്നെ എൻ്റെ മോൾ ഇന്ന് എന്നെ വഴക്ക് പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഇന്ന് കുടിച്ചുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഞാനും എൻ്റെ മരുമോനും തമ്മിൽ വഴക്കുണ്ടായി, എൻ്റെ മോൻ എന്നെ വഴക്ക് പറയുന്നു, എൻ്റെ മോൾ എൻ്റെ വഴക്ക് പറയുന്നു, അതുപോലെ തന്നെ എൻ്റെ അമ്മ ശരിയല്ല എന്നൊക്കെ തുടങ്ങി എൻ്റെ ഭാര്യയെ ഞാൻ ഡിവോഴ്സ് ചെയ്തു, എൻ്റെ ഭാര്യയ്ക്ക് അവിഹിതം എന്നൊക്കെ പറഞ്ഞുള്ള പല തരത്തിലുള്ള കോണ്ടന്റ് ഉണ്ടാക്കുന്ന ഈ ഫാമിലി വ്ളോഗേഴ്സ് ഊളകൾ ഈ യൂട്യൂബിൻ്റെ അകത്തുണ്ട്. അങ്ങനെ അതിൽ ഒരാളാവണോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള സമയം കൂടെ ഈ കുട്ടിക്ക് ഇപ്പോൾ കിട്ടും. അതായത് യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോണ്ടന്റ് ചെയ്യാം, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകും. അതിനപ്പുറം നിങ്ങളുടെ ലൈഫിനെ എടുത്ത് കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രൈവസി കാണിച്ചുകൊണ്ട്, ഞാൻ ഇന്ന് എൻ്റെ കൊച്ചുമോക്ക് ചുച്ചു വാങ്ങിച്ചു കൊടുത്തു, ഞാൻ എൻ്റെ ചിച്ചുമോളെ ഞാനും കൂടെ ഇന്ന് കെട്ടിപ്പിടിച്ചു, എൻ്റെ ചിച്ചുമോക്ക് ഞാൻ ഇന്ന് ഉമ്മ കൊടുത്തു, ഇന്നെൻ്റെ ഏട്ടായി എന്നെ ഇന്ന് കിസ് ചെയ്തു, എൻ്റെ ഏട്ടായി ഇന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, എൻ്റെ ഏട്ടായി ഞാനും കൂടെ ഇന്ന് ടൂറ് പോയി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ ക്രിഞ്ചടിപ്പിക്കുന്ന ഒരു സംഭവമില്ലാത്ത എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ കാണിച്ച് സ്വയം വിഡ്ഢികളായിട്ട് മാറിക്കൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള പേരോടുകൂടി ഇങ്ങനെയുള്ള ഒരു ജോക്കർമാരെ പോലെ ആവണോ, പരിഹാസപാത്രങ്ങളാവണോ എന്നുള്ള കാര്യങ്ങളും കൂടെ
ചിന്തിച്ചിട്ടൊക്കെ വേണം ഈ ഒരു പരിപാടികൾ ചെയ്യാൻ. നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, അവരെയൊക്കെ വേണമെങ്കിൽ ഇൻസ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. അതർവൈസ് ആ പണിക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബെറ്റർ ടു നമ്മുടെ ലൈഫ് ജീവിക്കാൻ ഏറ്റവും എളുപ്പം നമ്മുടെ പ്രൈവസിയെ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാവണം. സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തിയും കരഞ്ഞുകൊണ്ട് റോഡെ കൂടെ നടക്കാറില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ കണ്ണീരില്ലെന്നല്ല അതിനർത്ഥം. കരച്ചിലും ഒക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തന്നെ ചിരിക്കുന്നത്. മറ്റുള്ളവർ അറിയരുത് നമ്മുടെ വിഷമങ്ങൾ. ഇത് മറ്റുള്ളവരെല്ലാം തുറന്ന് കാണിച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം ഒരു നിമിഷം ഇവരുടെ പിന്നുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു കമൻറ്റ് മതി, ആ കമൻറ്റ് മാത്രം വെച്ചുകൊണ്ട് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കും. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ തിരിച്ച് പറയില്ലെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് വെച്ച് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കും. അത് കേട്ടിട്ട് വീണ്ടും വന്ന് ഇവരെ ആരെങ്കിലുമൊക്കെ തെറി പറയുകയാണെങ്കിൽ അതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കും. അങ്ങനെ വർഷങ്ങളോളം പോകുന്ന യൂട്യൂബേഴ്സ് ഈ ഫാമിലി വ്ളോഗേഴ്സിൽ നിന്നും ഈ മലയാളം യൂട്യൂബ് ചാനലുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കണ്ടിട്ട് പല റിയാക്ഷൻ ചാനൽസ് എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യും, ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ നിങ്ങളുടെ ജീവിതം ജീവിക്കുക, മറ്റുള്ളവരെ അഭിപ്രായം പറയുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം തുറന്ന് കാണിക്കാതിരിക്കുക. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഈ കാണിക്കുന്നതൊന്നും ഒരു മാതൃകകളുമല്ല. അതുകൊണ്ട് ഈ കുട്ടിയെ ഞാൻ അന്നും പറഞ്ഞു, ഒരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആ കുട്ടി നന്നായിട്ട് ജീവിക്കുന്നു, അതോടൊപ്പം രണ്ടാമത്തെ കുട്ടി നന്നായിട്ട് ജീവിക്കട്ടെ. ആ കുടുംബവും ആ പയ്യൻ്റെ കുടുംബക്കാരെ കാണുന്നത് ഈ ഒരു സമൂഹത്തിൻ്റെ പരിഹാസപാത്രമാക്കാതിരിക്കുക. ഇതുപോലെ തന്നെ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, അവരെ ഇത് തുറന്നങ്ങ് കാണിക്കും. ആ കുട്ടികളുടെ ലൈഫ് ട്രോമാറ്റിക് എന്ന് വെച്ചാൽ അങ്ങ് ഏറ്റവും കുറേ കാലം കഴിയുമ്പോഴേക്കും ആ കുട്ടി നല്ല പ്രായത്തിൽ അതിൻ്റെ കൂട്ടുകാരെ കളിയാക്കുക, ഇതിൻ്റെ ആ ഫാമിലിയാണോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കൊച്ചിലെ അങ്ങ് തുറന്ന് കാണിച്ചതെല്ലാം അത് പിന്നീട് അതിന് ട്രോമയായിട്ട് മാറുകയും അതിൻ്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വളരെ വലിയ വലിയ നടന്മാരും വലിയ ആൾക്കാർ അവരുടെയൊക്കെ മക്കളെയൊക്കെ സത്യം പറഞ്ഞ ചാനലുകാരുടെ ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസെൻ്റായിട്ട് വിരാട് കോഹ്ലി സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ എടുത്തു പോരുത്, പച്ചയ്ക്ക് പറഞ്ഞു. അവരുടെ പ്രൈവസി അവർ അത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങ് തുറന്ന് കാണിക്കുക. ഓക്കെ, ബാക്കി കേൾക്കാം. ഇതാരായി ഏതാ പൊട്ടെന്നൊക്കെ കൊച്ചു ചോദിക്കുന്നത്, അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആരെയും വീഡിയോ ചെയ്തോ? എന്തോ അവരെക്കുറിച്ച് അനാവശ്യമായിട്ട് അറിയാത്ത കാര്യം. എന്തിനാണ് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയുന്നത്? ഈ പറഞ്ഞ കാര്യം 2-3 ദിവസത്തിന് മുമ്പേ നടന്നു. ഞാൻ ഇന്നലെയാണ് ആ ഒരു കാര്യം കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ചെറിയ വീഡിയോ ചെയ്തത്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിലും പറഞ്ഞു, ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമില്ല, റെലവൻ്റ് അല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം നോക്കുക, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഇവിടെ നടന്നുള്ള KR മീര അടക്കമുള്ള മറ്റേ ഇവിടുത്തെ വട്ടിയൂർക്കാവ് അജിത് കുമാർ മെൻസ് അസോസിയേഷൻ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ചെയ്തിട്ട് എത്ര പേര് അത് കണ്ടു നിങ്ങൾ നോക്കുക. അതിനുശേഷം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കണ്ടപ്പോൾ എത്ര പേര് കണ്ടു എന്ന് പോയി നോക്കുക. എന്ന് പറഞ്ഞത് ഇതൊരു സീരിയസ് ആക്കി ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം നമ്മൾ ചെയ്തത് കൊണ്ട് ഇന്ന് എൻ്റെ എക്സ്പ്ലനേഷൻ വന്നതുകൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നു. അടുത്ത് ലാസ്റ്റ് ഇതിൻ്റെ എൻഡിങ് കൂടെ കണ്ടു നോക്കാം. ഞാൻ ഇന്ന് വീഡിയോ ഇന്നലെ മുതൽ ഞാൻ തുടങ്ങിയല്ലോ, അത് മാസ്ക് ഇട്ടിട്ട് മുഖം കാണിക്കാതെ ഒന്ന് ഇരുന്നിട്ട് വീഡിയോ പറയുന്നവരൊക്കെ കൂടുതൽ. പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യാത്ത എക്സ്പ്ലനേഷൻ നമ്മൾ ലീഗലി പറഞ്ഞത് നമ്മൾ ചെയ്യണില്ല, താല്പര്യം നമ്മൾ. പക്ഷെ അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പം അവരുടെ ഭാഗം പറഞ്ഞു. സീരിയസ്ലി ഞാൻ പറയാം, നമ്മളിപ്പം എല്ലാവരും കാടടച്ച് വെടിവെക്കുന്ന ഒട്ടും ശരിയല്ല. ഈ പൊന്നൂസ് എന്ന് പറഞ്ഞ കുട്ടി ഇറങ്ങിപ്പോയതിനെക്കുറിച്ച് വലിയ കാടടച്ച് വെടിവെച്ചത് വേറെ ആരുമല്ല, ഈ കുടുംബക്കാർ, അതായത് സ്വന്തം അമ്മയും അച്ഛനും തന്നെയാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നത്. ഈ കുട്ടികളടക്കം അത് ഞങ്ങൾ അന്നും ഇവർ പറഞ്ഞ വീരവാദങ്ങളിൽ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഞാൻ എന്തൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. സോ എന്തായിരുന്നാലും ഇന്ന് ഈ കുട്ടി പൊന്നു എന്ന് പറയുന്ന മൂത്ത കുട്ടി വളരെ നന്നായിട്ട്, ആ പയ്യൻ നന്നായിട്ട് ജീവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാണുമ്പോഴും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആയിരിക്കട്ടെ, നന്നായിരിക്കട്ടെ, ഒരുമിച്ച് ജീവിക്കട്ടെ. രണ്ടാമത്തെ കുട്ടി അങ്ങനെ ആവട്ടെ. പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വീണ്ടും ഈ അച്ഛനും അമ്മയൊക്കെ ഇത് കാണുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് വീഡിയോ അവരെ കുറിച്ച് ഇറങ്ങുന്നുണ്ട്, കാണാൻ ഒരു സാധ്യതയില്ല. കാണുകയാണെങ്കിൽ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി 4 മക്കളെന്തോ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ പ്രൈവസിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരെ വെച്ച് ഇനി അവരുടെ വേറെ ലൈഫിലേക്ക് പോയി എന്നുള്ളത് കരുതി നാളെ മുതൽ ഇനി അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞേക്കാം. യൂട്യൂബിൽ റവന്യൂ കിട്ടും, സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയുന്ന കുറ്റം പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അത് കേട്ടതിന് ശേഷം നിങ്ങളെ കുറ്റം പറയുമായിരിക്കും. അതുകൊണ്ട് കമൻറ്റ് ബോക്സൊക്കെ ടേൺഡ് ഓഫ് ആണ്. എന്തായിരുന്നാലും നിങ്ങളുടെ തന്നെ ചോരയിൽ പറഞ്ഞ പിള്ളേരാണ്, അവർ പോയിട്ട് ജീവിക്കട്ടെ. നാളെ കുറച്ച് വർഷം കഴിയുമ്പോഴേക്കും ഇതൊരു ഡിജിറ്റൽ രേഖകൾ പോലെ ഇതൊക്കെ യൂട്യൂബിൻ്റെ പല സ്ഥലങ്ങളിൽ ഇതൊക്കെ തന്നെ കിടക്കും. കുറച്ച് നമ്മളൊരു വാർദ്ധക്യത്തിൻ്റെയൊക്കെ പകുതിയിൽ ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കുറേ വർഷം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോഴേക്കും കണ്ടോ, പണ്ട് ഞാൻ എൻ്റെ മോൾ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ എൻ്റെ മോളെ തള്ളക്കി വിളിച്ച വീഡിയോ ഇതാ കിടപ്പുണ്ട്, എൻ്റെ ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്തു, പക്ഷേ മറ്റ് ചാനലുകൾ കിടപ്പുണ്ട്. അന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മരണത്തിന് മുമ്പ് പോലും നമുക്ക് സമാധാനം കിട്ടത്തില്ല. നമ്മൾ തന്നെ ചെയ്തു വെച്ചേക്കുന്ന കർമ്മ എന്ന് പറയും. കർമ്മ പേ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. സോ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള
പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അബദ്ധങ്ങളൊക്കെ പറ്റും. ആവർത്തിച്ച് അബദ്ധം പറ്റുന്നത് അബദ്ധമല്ല, അത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്തായാലും ഒരു ലൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ലൂപ്പിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരും വന്ന് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്തവും അവസാനവും ആദ്യം ഒന്നാമത്തത്, ഇതിപ്പോൾ രണ്ടാമത്തത്, ഇനി അതിനുശേഷം എന്ത് എന്നുള്ള ചോദ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരിക്കലും ഒരു കുട്ടികളും നിങ്ങൾക്കും ഇതുപോലെ ഇറങ്ങിപ്പോയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നാളെ ഒരു ഫാമിലി വ്ളോഗ് ഉണ്ടാക്കിയിട്ട് സമൂഹത്തിനുള്ളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം കോമാളികളാവുന്നതിന് തുല്യമാണ്. ഇതൊന്നും നിങ്ങൾ അനുകരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ തുലയ്ക്കുന്ന രീതിയിലുള്ള ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള മെസ്സേജാണ് ഇവരൊക്കെ കൊടുക്കുന്നത്. അതായത് ഞാൻ 2 കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അച്ഛനമ്മമാർ കൊടുക്കുന്നത്. സോ അതിനെ ഒരിക്കലും നിങ്ങൾ പിന്താങ്ങരുത്. അതുപോലത്തെ ലൈഫ് നിങ്ങൾ എടുക്കരുത്. അതിനെക്കാട്ടിലും കൂലിപ്പണിക്ക് പോയി 100 രൂപ ഉണ്ടാക്കി ജീവിച്ചാലും അന്തസ്സുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്ത അടുത്ത വീഡിയോ കാണുക. ബൈ.